കൊട്ടിയൂരിലെ വൈശാഖോത്സവം വളരെ പ്രത്യേകതകളും സവിശേഷതകളുമുള്ള ഒരു ഉത്സവം തന്നെയാണ്. സകല സമുദായക്കാരെയും പങ്കാളികളാക്കിക്കൊണ്ടാണ് അത് നടത്തുന്നത്. അതേപോലെ തന്നെ അടുത്ത പ്രദേശങ്ങളിലുള്ളവരെല്ലാവരും അതിൻ്റെ ഭാഗഭാക്കാണ്. അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ഉള്ളവരെല്ലാവരും അതിൽ ഒരു നിശ്ചിത ദിവസം അവരുടെ വിഹിതമായിട്ടുള്ള ദ്രവ്യവും വസ്തുവകളുമൊക്കെ ആയിട്ട് വരണമെന്ന് വളരെ നിഷ്കർഷയുണ്ട്. അതേപോലെ തന്നെ ആലിംഗന പുഷ്പാഞ്ജലി എന്നുള്ള ഒരു ചടങ്ങ് അത് വേറൊരു ക്ഷേത്രങ്ങളിലും ഇല്ലാത്തതാണ്. കൊട്ടിയൂർ നമ്മുടെ ദക്ഷയാഗത്തിൻ്റെ കഥയെ അനുസ്മരിപ്പിക്കുന്നതാണല്ലോ അത്. കാരണം സതീദേവിയുടെ ആ ദേഹത്യാഗം മൂലം കോപിഷ്ഠനായ ശിവൻ്റെ കോപമടക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെ മഹാവിഷ്ണു ആലിംഗനം ചെയ്ത് സമാശ്വസിപ്പിക്കുന്നതായിട്ടാണ് അതിൻ്റെ അനുസ്മരണയാണ് ഈ ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. അത് പൂജാരി നമ്മുടെ മഹാദേവൻ്റെ അല്ലെങ്കിൽ ശിവലിംഗത്തിൽ ആലിംഗനം ചെയ്യുന്നതാണ് അതിൻ്റെ ചടങ്ങ്. ഈ വർഷത്തെ 2025 വൈശാഖോത്സവം ജൂൺ 8 ആരംഭിച്ച് ജൂലൈ 4 അവസാനിക്കുകയാണ്. ഈ ജൂലൈ 4 അവസാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജകളൊന്നും തീർന്നിട്ടില്ല. ബാക്കിയുള്ള പൂജ അടുത്ത വർഷം, അതായത് 2026 ഉത്സവം തുടങ്ങുന്നതോടുകൂടി ഇപ്പോഴത്തെ പൂജയുടെ ബാക്കി ഭാഗം നടത്തിക്കൊണ്ടാണ് അത് തുടങ്ങുന്നത്. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.